എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ടീമിനെ ആയിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ സക്സസ്ഫുൾ ആയി അവിടേക്ക് എത്തി വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ ഫ്രീസി ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾ സമയത്ത് തന്നെ ഇവിടേക്ക് എത്തി. നിങ്ങൾക്ക് ഞാൻ പുതിയൊരു മിഷൻ അത് തരാനായിട്ട് പോവാണ്. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ആ വിജീറ്റ അവൻ എന്നെ പറ്റിച്ച് ആ ഡ്രാഗൺ ബോൾസുമായി ഇവിടുന്ന് കടന്നു കളഞ്ഞു. എത്രയും വേഗം അവനുള്ള പണിഷ്മെന്റ് കൊടുത്ത് ആ ഡ്രാഗൺ ബോൾ എന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മിഷൻ. അതിനാ ടീമാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇതൊരു വലിയ മിഷനല്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവരാ ഡിവൈസ് ഉപയോഗിച്ച് അവനെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. തന്നെ ഒരു വെജീറ്റയെ അവനെ ട്രാക്ക് ചെയ്യുകയാണ്. അതെ, അവൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിലാണ് അവൻ ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ അവനോടൊപ്പം മറ്റു രണ്ട് വലിയ പവറുകൾ കൂടെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഫ്രീസ് ആണെങ്കിൽ അത് കേട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഒരു പക്ഷെ ഭൂമിയിൽ നിന്ന് വന്ന ആ രണ്ട് കുട്ടികളായിരിക്കും. അവരും എനിക്ക് പ്രതിബന്ധമായിട്ട് വന്നിരുന്നു. ഉടനെ ആ ടീമാണെങ്കിൽ ഭൂമിയിൽ നിന്ന് വന്ന കുട്ടികളെ അവരെന്താണ് ചെയ്യേണ്ടത് ചോദിക്കും. ഫ്രീസി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അൾട്ടിമേറ്റ്ലി ആ വിജീറ്റയെ എന്റെ കയ്യിൽ കിട്ടണം. എന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിൽ അവന് നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കണം. ഡ്രാഗൺ ബോൾസ് അതെനിക്ക് സ്വന്തമാകണം. അതാണ് എനിക്ക് ആവശ്യം. അത് കേൾക്കേണ്ട താമസം അവരാണെങ്കിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിലൊരാളാണെങ്കിൽ ഫ്രീസ് ചോദിച്ച ആ ഡിവൈസ് അത് അവനെ ഏൽപ്പിക്കും. അതിനുശേഷം അവർ 5 പേരും വീണ്ടും വമ്പൻ ആക്ഷനും പോസും ഒക്കെ കൊടുത്ത് മുകളിലേക്ക് പറന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ അവനാണെങ്കിൽ ഇപ്പോ ആ ഒരു ഗ്യാങ്ങിന്റെ അവർ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. ഓ നോ, ആ ഗ്യാങ് അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവർ നമ്മളെ ഫോളോ ചെയ്യാണ്. ഒട്ടും സമയമില്ല, നമ്മുടെ ഫുൾ പവർ കൊടുത്ത് ഫ്ലൈ ചെയ്ത് പോകണം. ഇത്രയും വേഗം ആ ഡ്രാഗൺ ബോൾ എല്ലാം ഒന്നിപ്പിച്ച് എന്റെ ആഗ്രഹം അത് പറയണം. എങ്കിൽ മാത്രമേ അവരുടെ അടുത്ത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കാനാവില്ല. അവിടെ ആൾക്കാരാണെങ്കിൽ വളരെ സ്പീഡിൽ അവിടേക്ക് എത്തും. പക്ഷെ അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ടീം അവരുടെ മുൻപിലേക്ക് വരികയാണ്. അവരെ കാണുമ്പോൾ തന്നെ വെജീറ്റ അവൻ ഷോക്കാവും. ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ വെജീറ്റയോട് പറയും, ഹായ് വെജീറ്റ, നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലേ. ഫ്രീസയുടെ ഒരു സ്പെഷ്യൽ മിഷൻ ഏറ്റെടുത്താണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിനക്ക് പണിഷ്മെന്റ് തരാ. ഫ്രീസ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ 7 ഡ്രാഗൺ ബോൾസ് നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഫ്രീസയെ ഏൽപ്പിക്കുക. 5 എണ്ണം അതിവിടെ ഉണ്ട്, 2 എണ്ണം നിങ്ങളുടെ കയ്യിലും. സോ നമുക്ക് എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ നോക്കി പരിഹസിച്ചിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും. ഓ നോ, നമ്മൾ ശരിക്കും ലേറ്റ് ആയി പോയി. ഒരല്പം കൂടെ മുൻപ് എത്തുകയായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. നിങ്ങളെല്ലാം തന്നെ കൈവിട്ട് പോവുകയാണെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ അവരുടെ ടീം ലീഡറിനെ അവനെ ഒന്ന് ചെക്ക് ചെയ്യും. അവന്റെ പവർ കണ്ട് മൊട്ടപ്പൻ ഷോക്കാവും. ഓ നോ, ജീറ്റ പറഞ്ഞ സത്യമാണ്. അവന്റെ പവറിന് മുൻപിൽ നമ്മളെല്ലാവരും നിസ്സാരക്കാരാണ്. പ്രത്യേകിച്ച് ആ ഒരു ലീഡറിന്റെ പവർ, അവന്റെ പവർ വളരെ കൂടുതലാണ്. ഒരു 10 സെക്കൻഡ് പോലും ആയിട്ട് ഫൈറ്റ് ചെയ്ത് നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇനി എന്ത് ചെയ്യും? ഗോക്കു ഇവിടെ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഈ ഡ്രാഗൺ ബോൾ നിങ്ങൾക്ക് തരില്ല. അത് കേട്ട് ആ ടീമിലെ ഏറ്റവും കുഞ്ഞൻ മുമ്പിലേക്ക് ചാടി വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ അവനെ ചെക്ക് ചെയ്യും. ആണ് ഈ ടീമിലെ ഏറ്റവും പവർ കുറവുള്ള ആള്. ഇവൻ എന്തിനായിരിക്കും ആദ്യം തന്നെ മുൻപോട്ടേക്ക് ചാടി വരുന്നതെന്ന് അവൻ ചിന്തിക്കും. ആ സമയം അവന്റെ ടീമിലുള്ള ഒരാളാണെങ്കിൽ അവനെ പുറകിലേക്ക് മാറ്റും. ഫൈറ്റ് അത് നീയല്ല എന്ന് പറഞ്ഞ് ഇപ്പോ ആ മെയിൻ ആളാണെങ്കിൽ വിജിറ്റയോട് പറയും, മര്യാദയ്ക്ക് ആ ഡ്രാഗൺ ബോൾ എനിക്ക് തരുന്നതാണ് നിനക്ക് നല്ലത്. എന്തായാലും ഞങ്ങൾ നിന്നെ കൊല്ലും. അത് സ്മൂത്ത് ആക്കി തരേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയും. അതിന് വിജിറ്റയാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഈ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്താനുള്ള സെൻസർ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനത് ദൂരേക്ക് വലിച്ചെറിയും. ഇതിനിടയിൽ ആ മെയിൻ ടീം ലീഡർ അവൻ അങ്ങനെ ഫ്ലൈ ചെയ്തു പോയി ആ ഒരു ബോൾ ക്യാച്ച് ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരും വിജിറ്റയും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. അതിനുശേഷം സെക്കൻഡുകൾക്കുള്ളിൽ അവരാണെങ്കിൽ മടങ്ങി വരികയാണ്. ആ ലീഡർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എന്തുപറ്റി, നിങ്ങൾ ഞെട്ടിപ്പോയോ? ഈ ലോകത്ത് തന്നെ ഏറ്റവും സ്പീഡ് അത് ഞങ്ങൾക്കാണ്. അപ്പനാണെങ്കിൽ കണ്ടത് സ്വപ്നമാണോന്ന് അറിയാനായിട്ട് കണ്ണൊക്കെ തിരുമ്മി നോക്കും. ലീഡറാണെങ്കിൽ വീണ്ടും പറയും, ഇനി നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡ്രാഗൺ ബോൾ അതും കൂടെ ഇവിടേക്ക് തന്നേക്ക്. വെജീറ്റ ആണെങ്കിൽ മൊട്ടപ്പനോട് അത് നശിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടും. അവൻ തകർക്കാനായി കൈ അങ്ങനെ ചുരുട്ടി ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അത് ഇൻവിസിബിൾ ആവുകയാണ്. അതെവിടെ പോയും ചിന്തിച്ച് അവർ ചുറ്റും നോക്കും. ചിന്ന പയ്യനാണെങ്കിൽ ഇപ്പൊ അവന്റെ കൈ കാണിക്കും. അവന്റെ കയ്യില് ആ ഡ്രാഗൺ ബോൾ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മുടെ ആൾക്കാർ വണ്ടടിക്കും. അടുത്ത നിമിഷം ആ ലീഡർ പറയും, കൊണ്ട് സമയത്ത് സ്റ്റോപ്പ് ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കും. അങ്ങനെയാണ് ഇവനത് നേടിയെടുത്തത്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ആ ലീഡർ പറയും, ഇനി നമുക്ക് ഗെയിംസ് ആരംഭിക്കാം. പീറ്റ, നിന്റെ കഥ അത് ഞാൻ കഴിക്കും. ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീതം വെച്ച് അറ്റാക്ക് ചെയ്യാന്ന് പറയും. ഉടനെ അവരാണെങ്കിൽ ആര് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കും. അവരാണെങ്കിൽ സോൾട്ട് പേപ്പർ സിസർ അത് കളിക്കാനായിട്ട് ആരംഭിക്കും. അത് കണ്ട ലീഡർ പറയും, ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം ഡ്രാഗൺ ബോൾസ് അത് ഫ്രീസയുടെ കയ്യിൽ എത്തിക്കാം. മത്സരത്തിൽ ആര് ജയിക്കുന്നോ അവർക്ക് വിജിറ്റയായിട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറയും. ഉടനെ ഒരു കിങ്കറിനാണെങ്കിൽ ആ മത്സരത്തിൽ ജയിച്ച് എനിക്കാണ് വിജിറ്റ എന്ന് പറയും. ബാക്കിയുള്ളവരാണെങ്കിൽ ഇവനും ഗോഹാനും നേരെ തിരികെയാണ്. ഗോഹാനാണെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പിൽ രക്ഷപ്പെട്ടുകൂടെയും ചോദിക്കും. അതിന് വിജിറ്റ പറയും, അത് മണ്ടത്തരമാണ്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ലീഡർ ആണെങ്കിൽ ഞൊട്ടിയടയിൽ ആ ഡ്രാഗൺ ബോൾസുമായിട്ട് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ പവർ എടുത്ത് അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അടുത്ത നിമിഷം വിജിറ്റ ആണെങ്കിൽ അവനെ തടയുകയാണ്. ആ ലീഡർ ആണെങ്കിൽ വിളിച്ചു പറയും,
ഫ്രീസയ്ക്ക് ഉറപ്പായിട്ടും അവൻ ആഗ്രഹിച്ച എറ്റേണൽ ലൈഫ് അത് കിട്ടും. ഇവിടെ വെജിറ്റ ആണെങ്കിൽ ഗോഹാനോട് പറയും, എടുത്തു ചാടി മണ്ടത്തരം കാണിക്കാൻ പാടില്ല, ഇപ്പൊ നമുക്ക് പവർ ആവശ്യമാണ്, ആദ്യം ഇവരെ തോൽപ്പിക്കണം. സത്യം പറയും, ആ കാക്കറോട്ട് അവൻ ഇവിടേക്ക് വന്നിട്ടില്ലേ? മൊട്ടപ്പം പറയും, ഇല്ല, പക്ഷേ അവൻ എത്രയും വേഗം ഇവിടേക്ക് എത്തും, അവൻ ഇവിടേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ആ കാക്കറോട്ട് അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് വലിയ ഹെൽപ്ഫുൾ ആയേനെ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, നമ്മൾ പേടകത്തിൽ നിന്ന് ട്രെയിൻ ചെയ്ത ആ ഇമേജ് ട്രെയിനിങ് അത് നിനക്ക് ഓർമ്മയില്ലേ? അതിന് ഗോഹാൻ പറയും, എനിക്ക് ഓർമ്മയുണ്ട്, അതുപയോഗിച്ച് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാനായിട്ട്. ഗോഹാൻ ആണെങ്കിൽ തീർത്തു പറയും, യാതൊരു കാരണവശാലും ആ ദുഷ്ടന്മാരെ ജയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തോ ആ ഡ്രാഗൺ ബോൾ തിരികെ പിടിച്ചേ പറ്റൂ. എന്റെ പപ്പ വരുന്നത് വരെ ഇവരെ പ്രിവെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ രണ്ടുപേരും വളരെ സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിക്കും. ഉടനെ ആ കുഞ്ഞൻ വില്ലൻ അവനാണെങ്കിൽ ആ ടൈം അങ്ങനെ ഫ്രേസ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ പവർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവൻ ചുറ്റും നോക്കും, നമ്മുടെ ആൾക്കാരെ കാണാനില്ല. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരെ കണ്ടെത്തും. ഓനോ, അവരുടെ പവർ ഇത് ഞാൻ കരുതിയതിൽ ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം കൺട്രോൾ പോയി അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അവന്റെ ടൈം ലൈൻ അത് കട്ടായി. ഇപ്പോ അവനും ഗോഹാനും ഒരു ഭാഗത്ത് അങ്ങനെ ലാൻഡ് ആവും. ആ വില്ലന്മാരാണെങ്കിൽ ഷോക്കാവും. ഓനോ, അവരുടെ പവർ ഇപ്പൊ ഒരുപാട് കൂടിയിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, അത് ശരിക്കും ഒരു ജീനിയസ് ആണ്, നിന്റെ പവർ ലെവൽ ഒരുപാട് കൂടിയിട്ടുണ്ട്, അതെനിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഞൊടിയറയിൽ അവന് ചുറ്റും വിസിബിളായും ഇൻവിസിബിളായും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവനാണെങ്കിൽ വീണ്ടും ടൈം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിലായിട്ട് നമ്മുടെ ആൾക്കാരെ കാണുകയാണ്. ഓ നോ, അവരെന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഇതാണ് പറ്റിയ അവസരം, അവർ രണ്ടുപേരെയും തകർക്കണമെന്ന് പറഞ്ഞ് ആദ്യം അവൻ പുറകിലേക്ക് ഓടും. അതിനുശേഷം ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ അവന്റെ കൺട്രോൾ പോയി താഴേക്ക് വീഴും. ആ ഒരു ടൈം അത് ബാക്ക് ടു നോർമലായി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പവർ അത് റിലീസ് ചെയ്യാണ്. മൊട്ടപ്പനാണെങ്കിൽ ഹാമേ പവർ ഉപയോഗിക്കും. ഗോഹാനാണെങ്കിൽ അവന്റെ പവറും രണ്ട് പവറും കമ്പൈനായി അവനെ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിന് ആ ഒരു പവറിൽ നിന്ന് രക്ഷപ്പെടും. മൊട്ടപ്പനാണെങ്കിൽ ആകെ നിരാശ തോന്നും. ഓ നോ, അവൻ നമ്മുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, എത്രയും വേഗം അവനെ ഇല്ലാതാക്കണം. ബാക്കിയുള്ള 3 വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ അവനോട് വിളിച്ചു പറയും, ഒരുപാട് സമയമെടുക്കുന്നു, എത്രയും വേഗം അവരെ തോൽപ്പിക്കാൻ നോക്ക്, അതല്ല എങ്കിൽ ഞങ്ങൾ ഈ ഫൈറ്റ് ഇറങ്ങും. അതിനാ കുഞ്ഞൻ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, ഉറപ്പായാലും ഞാൻ അവരെ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവൻ നമ്മുടെ ആൾക്കാരെ നോക്കും. മൊട്ടപ്പനും ഗോഹാനും രണ്ടുപേരും ചേർന്ന് അവനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പറന്നടുക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ പാരലൈസിംഗ് പവർ അതുപയോഗിച്ച് ഗോഹാനെയും മൊട്ടപ്പനെയും ഫ്രീസ് ചെയ്യും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. ആ കുഞ്ഞും വില്ലനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി പരിഹസിക്കും, എന്തുപറ്റി നിങ്ങൾക്ക് അനങ്ങാൻ കഴിയുന്നില്ലേ? ഇതെന്റെ പാരലൈസിംഗ് പവറാണ്, ഇതിൽ നിന്ന് നിങ്ങൾക്കെന്നല്ല ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ബാക്കിയുള്ള വില്ലന്മാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, അവൻ നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. അവനങ്ങനെ വെറുതെ ഒന്നും ആ ഒരു പാരലൈസിംഗ് പവർ അത് ഉപയോഗിക്കാറില്ല. നമ്മളുടെ വാക്കുകൾ കേട്ട് അവൻ ഭയന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം ആ കുഞ്ഞൻ വില്ലനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും പാറകളും അവർക്ക് നേരെ വലിച്ചടിക്കുകയാണ്. അതിനുശേഷം വലിയ മരം അതങ്ങനെ പിഴുതെടുത്ത് അവർക്ക് നേരെ വലിച്ചെറിയും. ആ കുഞ്ഞൻ വില്ലനാണെങ്കിൽ മൊട്ടപ്പനോടും ഗോഹാനോടും പറയും, അത് വളരെ പതിയാണ് വരുന്നത്, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ സമ്മാനം അത് ഏറ്റെടുക്കാം, നിങ്ങളെ കൊണ്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ പഠിച്ച പണി 18 ശ്രമിക്കും, അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ ഗോഹാനോട് അവന്റെ പവർ പുറത്തെടുക്കാനായിട്ട് പറയും. അതിന് ഗോഹാൻ, ഐ എം സോറി, എന്നെ കൊണ്ട് ബോഡി അനക്കാൻ പോലും കഴിയുന്നില്ല. ആ കുഞ്ഞൻ വില്ലൻ വിളിച്ചു പറയും, ഇത്തവണ ഈ ഒരു പവർ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ആ മൊട്ടപ്പന് നേരെയാണ്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ മരിക്കാൻ തയ്യാറാവും. അത് കണ്ട വെജിറ്റ, ഓ നോ, അവരോട് ഞാൻ പറഞ്ഞതാണ് വളരെ കെയർഫുൾ ആയിട്ട് വേണം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനെന്ന്. ഇപ്പോ മണ്ടന്മാരെ പോലെ അവന്റെ ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പൊ വജീറ്റ അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു കുഞ്ഞൻ വില്ലന്റെ കഴുത്ത് അങ്ങനെ വെട്ടിക്കളയാണ്. ആ പാരലൈസിംഗ് ജിപ്സു അത് അൺലോക്കായി മൊട്ടപ്പൻ ജസ്റ്റ് മിസ്സിന് തരത്തിൽ നിന്ന് അങ്ങനെ തെന്നി മാറുകയാണ്. ഇവിടെ വെജിറ്റ ആണെങ്കിൽ അവന്റെ തലയുടെ അടുത്തേക്ക് വരും. അവനിപ്പോഴും ജീവനുണ്ട്. അവൻ വെജിറ്റയെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും. മൊട്ടപ്പനും ഗോഹാനും ആണെങ്കിൽ ഇപ്പൊ വെജിറ്റയോട് നന്ദി പറയും. അതിന് വെജിറ്റ ആണെങ്കിൽ അവരോട് പറയും, എനിക്ക് നിങ്ങളുടെ താങ്ക്സ് ഒന്നും വേണ്ട, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനല്ല ഞാനത് ചെയ്തത്, അവൻ എന്റെ ശത്രുവാണ്, എനിക്ക് ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ അവനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് അവന്റെ തല തന്നെ വെജിറ്റ തകർത്ത് കളയാണ്. ഉടനെ ആ വില്ലന്മാരാണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പോ നമ്മുടെ ആൾക്കാരെ തകർക്കാനായിട്ട് തയ്യാറാവും. അവരാണെങ്കിൽ അടുത്തതായിട്ട് ആര് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു പറഞ്ഞ് വീണ്ടും സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഇത്രയും സീരിയസ് സിറ്റുവേഷനിൽ പോലും ഇത്രയും സില്ലി ആയിട്ടാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. അതേസമയം ദൂരത്തായി നമ്മുടെ ഗോകു ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ നവഗ്രഹത്തിലേക്ക് എത്തും. സോ നമ്മുടെ ആൾക്കാരെല്ലാവരും അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.